Next one, area as a double integral. The area can be obtained from the double integral capital A is equal to double integral R dx dy or A equal to double integral R dy dx. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കേണ്ട രണ്ട് ഫോർമുലാസ് ആണ്. ഇവിടെ ഡി എക്സ് ഡി വൈയിൽ ചെയ്യുന്നവർ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ ചെയ്യണം. ഡി വൈ ഡി എക്സ് ആണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ്. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി ഏരിയ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ് and the curves x square plus y square equal to 10, y square equal to 9x. x square plus y square equal to 10 എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. y square equal to 9x പരാബോളയുടെ ഇക്വേഷൻ ആണ്. ഇപ്പോൾ രണ്ട് ഫിഗറും വരച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആണെങ്കിൽ y equal to 0, ഇക്വേഷൻ ഓഫ് ദ y ആക്സിസ് x is equal to 0. x square plus y square equal to 10ഉം y square equal to 9x കൂടെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കിട്ടുന്ന പോയിന്റ് ആണ് എ, ക്യാപിറ്റൽ എ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്കൽ 10 എന്ന് ഫസ്റ്റ് ഇക്വേഷൻ, വൈ സ്ക്വയർ ഇക്കൽ ടു 9x സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ വൈ സ്ക്വയർ ഇക്കൽ ടു 9x പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 9x മൈനസ് 10 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് x is equal to 1 minus 10. ഇപ്പോൾ x equal to 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 3 ആണ്. അപ്പോൾ എയുടെ പോയിൻറ്റ്സ് ആണ് 1ഉം 3ഉം. അപ്പോൾ നിങ്ങളെ ഇപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ സ്ട്രിപ്പിലാണ്. വീണ്ടും ഫിഗറിലോട്ട് വരണം. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആകുമ്പോൾ അറിയാം x1 x2 ഫംഗ്ഷൻ ഓഫ് ഫൈയും y1 y2 കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ പി ടച്ച് ചെയ്തിരിക്കുന്നത് വൈ സ്ക്വയർ ഇക്കൽ ടു 9x അപ്പോൾ x is equal to y square by 9. ക്യൂ ടച്ച് ചെയ്തിരിക്കുന്നതോ എക്സ് സ്ക്വയർ ഇക്കൽ ടു 10 മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 മൈനസ് വൈ സ്ക്വയർ. ഇനി y1 y2 കോൺസ്റ്റൻസ് ആണ്, 0 മുതൽ 3 വരെ. അതാണ് എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 9 ടു റൂട്ട് ഓഫ് 10 മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 ഇൻ്റഗ്രൽ ഡി എക്സ് എന്താണ്? എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് വൈ സ്ക്വയർ ബൈ 9 ടു റൂട്ട് ഓഫ് 10 മൈനസ് വൈ സ്ക്വയർ ഡി വൈ. അപ്പർ ലിമിറ്റ് റൂട്ട് ഓഫ് 10 മൈനസ് വൈ സ്ക്വയർ ആണ്, ലോവർ ലിമിറ്റ് വൈ സ്ക്വയർ ബൈ 9 ആണ്. ഇൻ്റഗ്രൽ 0 to 3 റൂട്ട് ഓഫ് 10 മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ 9 ഇൻറ്റു ഡി വൈ. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. റൂട്ട് ഓഫ് 10 മൈനസ് വൈ സ്ക്വയർ ഇൻ്റഗ്രേഷൻ പഴയ ഫോർമുലയാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ വൈ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 10 മൈനസ് വൈ സ്ക്വയർ പ്ലസ് 10 ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൈ ബൈ റൂട്ട് 10 മൈനസ് ഇനി വൈ സ്ക്വയർ ബൈ 9 ഇൻ്റഗ്രേഷനാണ് വൈ ക്യൂബ് ബൈ 27 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 3. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ 3 ബൈ 2 പ്ലസ് 5 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 3 ബൈ റൂട്ട് 10. അപ്പോൾ 3 ബൈ 2 പ്ലസ് 5 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 0.9486 ഈക്വൽ ടു 3 ബൈ 2 പ്ലസ് 5 ഇൻറ്റു 1.2487 ഈക്വൽ ടു 7.7439. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ബൈ ഡബിൾ ഇൻ്റഗ്രേഷൻ ദി ഏരിയ ലൈങ് ബിറ്റ്വീൻ ദി പരാബോള y ഈക്വൽ ടു 4x മൈനസ് എച്ച് സ്ക്വയർ ആൻഡ് ദി ലൈൻ y ഈക്വൽ ടു എക്സ്. ഇവിടെ ഫിഗർ വരയ്ക്കുകയാണ്. y ഈക്വൽ ടു 4x മൈനസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഡൗൺവേർഡ് പരാബോളയാണ്. y ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ലൈൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ ഓഫ് ദി എക്സ് ആക്സിസ് y ഈക്വൽ ടു 0, ഇക്വേഷൻ ഓഫ് ദി y ആക്സിസ് x is equal to 0. ഇപ്പോൾ y ഈക്വൽ ടു 4x മൈനസ് എച്ച് സ്ക്വയറും y ഈക്വൽ ടു എക്സും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. ആ കിട്ടുന്ന പോയിൻ്റാണ് എ. അപ്പോൾ രണ്ട് ഇക്വേഷൻ കൂടെ സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ y ഈക്വൽ ടു എന്തായിരിക്കും? 3 ആണ്. അപ്പോൾ നിങ്ങളുടെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ഒ ആണ് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെർട്ടിക്കൽ സ്ട്രിപ്പാണ് പി മുതൽ ക്യൂ വരെ. ഇപ്പോൾ y1 y2 ഫംഗ്ഷൻ ഓഫ് എക്സും x1 x2 കോൺസ്റ്റൻസ് ആണ്. ഇപ്പോൾ പി ടച്ച് ചെയ്തിരിക്കുന്നത് y ഈക്വൽ ടു എക്സ് ആണ്. ക്യൂ ടച്ച് ചെയ്തിരിക്കുന്നതോ y ഈക്വൽ ടു 4x മൈനസ് എച്ച് സ്ക്വയർ ആണ്. അപ്പോൾ y1 y2 ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇനി x1 x2 കോൺസ്റ്റൻസ് ആണെങ്കിലോ 0 to 3. ഇതാണ് ഇൻ്റഗ്രൽ 0 to 3 integral x to 4x minus x square dy dx.
സീക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3. ഇൻ്റഗ്രൽ dy എന്താണ്? y. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് x to 4x minus h square. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 3 4x minus h square minus h into dx. ഇനി എച്ചിലോട്ട് ഇൻ്റഗ്രേഷനാണ്. 2h square minus h cube by 3 minus h square by 2 between the limit 0 to 3. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 18 minus 9 minus 9 by 2 equal to 9 minus 9 by 2 equal to 9 by 2. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി എലിപ്സ് h square by a square plus y square by b square equal to 1. അപ്പോൾ നമുക്കറിയാം നമുക്ക് 4 ക്വാഡ്രൻസ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിൽ എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ഏരിയ എന്ന് പറയുമ്പം 4 ക്വാഡ്രൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഏത് ക്വാഡ്രൻറ്റ് ഇതിൽ പറയുന്നില്ല. അപ്പോൾ 4 into ഏരിയ ഓഫ് ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇവിടെ എലിപ്സിൻ്റെ ഫിഗർ വരച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആണെങ്കിൽ y equal to 0 ആണ്. അപ്പോൾ y equal to 0 കൊടുക്കുമ്പം h square by a square equal to 1 ആണ്. അപ്പോൾ h square equal to a square ആണ്. അപ്പോൾ h equal to plus or minus a ആണ്. അപ്പോൾ a 0 എന്ന് എഴുതി. ഇനി അതുപോലെ ഇക്വേഷൻ ഓഫ് y ആക്സിസ് ആണെങ്കിൽ h equal to 0 ആണ്. അപ്പോൾ y square by b square equal to 1. അപ്പോൾ y square equal to b square. അപ്പോൾ y equal to plus or minus b ആണ്. അപ്പോൾ 0 b. ഇവിടെ അതുപോലെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിലാണ് ചെയ്തിരിക്കുന്നത്. x1 x2 ഫംഗ്ഷൻ ഓഫ് y-യും y1 y2 കോൺസ്റ്റൻസും. അപ്പോൾ p ടച്ച് ചെയ്തിരിക്കുന്ന h equal to 0 ആണ്. അപ്പോൾ q ടച്ച് ചെയ്തിരിക്കുന്നതോ h equal to a by b into root of b square minus y square. ഇനി y1 y2 കോൺസ്റ്റൻസ് ആണെങ്കിലോ 0 to b. അപ്പോൾ 4 into ഇൻ്റഗ്രൽ 0 to b ഇൻ്റഗ്രൽ 0 to a by b root of b square minus y square dx dy. അപ്പോൾ ഇൻ്റഗ്രൽ dx ആണ് x. 4 into integral 0 to b x between the limits 0 to a by b root of b square minus y square into dy is equal to 4 into integral 0 to b a by b root of b square minus y square into dy. അപ്പോൾ 4a by b കോൺസ്റ്റൻ്റ് ആണ്. 4a by b into integral 0 to b root of b square minus y square into dy is equal to 4a by b y by 2 root of b square minus y square plus b square by 2 sin inverse y by b between the limit 0 to b is equal to 4a by b ba by 2 into pi by 2 is equal to pi ab. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റഗ്രേഷൻ ബൈ ചേഞ്ചിങ് ടു പോളാർ കോർഡിനേറ്റ്സ്. ഇപ്പോൾ പോളാർ കോർഡിനേറ്റ്സിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ട്. അപ്പോൾ x is equal to r cos theta, y equal to r sin theta, dx dy നെ എടുക്കുന്നത് r into dr d theta ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഡി വൈ ടേക്കൺ ഓവർ ദി പോസിറ്റീവ് ക്വാഡ്രന്റ് ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷനാണ് പോസിറ്റീവ് ക്വാഡ്രന്റിൽ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആണെങ്കിൽ y equal to 0 ആണ്. ഇപ്പോൾ എക്സ് സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ. ഇതാണ് എ 0. അതുപോലെ ഇക്വേഷൻ ഓഫ് y ആക്സിസ് ആണെങ്കിൽ എച്ച് ഇസ് ഇക്വൽ ടു 0 ആണ്. അപ്പോൾ y സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ ആണ്. അപ്പോൾ y equal to പ്ലസ് ഓർ മൈനസ് എ. അപ്പോൾ 0a ഇത്രയും വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ആറിൻ്റെ റേഞ്ച് വരുന്നത് 0 മുതൽ എ വരെയാണ്, 0 to a. ഇനി പോസിറ്റീവ് ക്വാഡ്രന്റ് ഓഫ് ദ സർക്കിൾ ആയതുകൊണ്ട് തീറ്റയുടെ റേഞ്ച് 0 to pi by 2 ആണ്, 0 to pi by 2. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഡി വൈ സീക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2 ഇൻ്റഗ്രൽ 0 to a ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ആർ ഡി ആർ ഡി തീറ്റ. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to pi by 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രൽ 0 to a ആർ ക്യൂബ് ഡി ആർ സീക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രൽ ആർ ക്യൂബ് എന്താണ് r raised to 4/4 ഇൻ്റഗ്രൽ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to a. ഇപ്പോൾ a raised to 4/4 ഇൻ്റഗ്രൽ 0 to pi by 2 സൈൻ 2 തീറ്റ ബൈ 2 ഇൻറ്റു ഡി തീറ്റ. ഇപ്പോൾ a raised to 4/8 ഇൻ്റഗ്രൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to pi by 2. അപ്പോൾ മൈനസ് a raised to 4/16 ഇൻറ്റു മൈനസ് 1 മൈനസ് 1. ഇപ്പോൾ a raised to 4/8. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ
ബൈ ചേഞ്ചിങ് ടു പോളാർ കോർഡിനേറ്റ്സ്. ഇവിടെ അതുപോലെ x ഈക്വൽ ടു ആർ കോസ് തീറ്റ, y ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈ ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ. ഇപ്പോൾ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. x ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ്, y എന്താണ് 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാർട്ടറിലാണ് വരുന്ന എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ദ കറസ്പോണ്ടിങ് ലിമിറ്റ്സ് ഓഫ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും 0 ടു ഇൻഫിനിറ്റിയും തീറ്റയുടെ റേഞ്ച് എന്താണ് 0 ടു π/2 ആണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ എടുത്തിരിക്കുന്നത്. അപ്പം ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ സിക്കൽ ടു ഇൻ്റഗ്രൽ 0 ടു π/2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ ആർ ഡി ആർ ഡി തീറ്റ. പിന്നെ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്, പുട്ട് ആർ സ്ക്വയർ ഇക്വൽ ടു യു. അപ്പം 2r dr ഇക്വൽ ടു ഡി യു. അപ്പം ആർ ഡി ആർ എന്തായിരിക്കും 1/2 ഡി യു അല്ലേ. അപ്പം എന്താ വരുന്നത് ഇൻ്റഗ്രൽ 0 ടു π/2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു 1/2 ഡി യു ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ 1/2 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 ടു π/2 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ബൈ -1 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ഡി തീറ്റ. അപ്പോൾ -1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 ഇൻറ്റു 0 - 1 ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ 1/2 ഇൻ്റഗ്രൽ 0 ടു π/2 ഡി തീറ്റ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി തീറ്റ നമുക്കറിയാം തീറ്റയാണ്. അപ്പോൾ 1/2 ഇൻറ്റു തീറ്റ 0 ടു π/2 = π/4.